കോഴിക്കോട് കാറുമായി പരാക്രമം നടത്തിയ യുവാവിന്റെ പക്കൽ നിന്നും വലിയ അളവിൽ കഞ്ചാവും MDMA-യും കണ്ടെത്തി. ഡ്രൈവർ സീറ്റിനടിയിൽ നിന്നും ഡിക്കിയിൽ നിന്നുമായി 1.5 കിലോയിലധികം കഞ്ചാവും 20 ഗ്രാം MDMA-യുമാണ് കണ്ടെടുത്തത്. മലപ്പുറം രണ്ടത്താണി സ്വദേശി അബ്ദുൾ നാസറാണ് കസബ പോലീസിന്റെ പിടിയിലായത്. പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, പരാക്രമം നടത്തി അക്കൂട്ടത്തിലാണ് ഇയാളെ പിടികൂടുന്ന ഘട്ടത്തിലാണോ ഈ കഞ്ചാവും MDMA-യൊക്കെ കണ്ടെത്തുന്നത്? ശ്രുതി, അങ്ങനെയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കോഴിക്കോട് നഗരത്തിലൂടെ അപകടകരമായ രീതിയിൽ ഒരു യുവാവ് തന്റെ കാറുമായി സഞ്ചരിച്ചത്. ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പോലീസ് അങ്ങനെ ഈ വാഹനം നിർത്തുന്നതിന് വേണ്ടി ആദ്യം ശ്രമിച്ചു. പക്ഷേ പോലീസിന്റെ ആവശ്യം നിരസിച്ചും ഇയാൾ കാറുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഒടുവിൽ സാഹസികമായാണ് ഈ കാർ പോലീസ് നിർത്തിയത്. തുടർന്ന് കാറിനടുത്തേക്ക് പോലീസ് എത്തുകയും കാർ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് വലിയ അളവിലുള്ള കഞ്ചാവും MDMA-യും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്. അതിൽ 20 ഗ്രാം MDMA-യും 1.5 കിലോ കഞ്ചാവും പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ MDMA ഡ്രൈവറുടെ സീറ്റിന് പുറകിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. കാറിന്റെ ഡിക്കിയിൽ നിന്നാണ് ഈ 1.5 കിലോ കഞ്ചാവ് പോലീസിന് കണ്ടെടുക്കാനായി കഴിഞ്ഞത്. രണ്ടത്താണി സ്വദേശിയായ അബ്ദുൾ നാസറാണ് ഈ മയക്കുമരുന്നുകളുമായി ഏതായാലും പിടിയിലായിട്ടുള്ളത്. ഇയാൾ മുൻപ് ഇത്തരം കേസുകളിലൊന്നും പ്രതിയല്ല എന്നുള്ളതാണ് പോലീസ് നൽകിയിട്ടുള്ള വിവരം. ഇയാൾ ഏതെങ്കിലും രീതിയിൽ ലഹരി ഉപയോഗിച്ചിട്ടാണോ ഈ പരാക്രമമൊക്കെ കാറുമായി നടത്തിയത് എന്ന കാര്യം കൂടി ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, വ്യക്തമാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.